സ്കിപ്പ് ചെയ്ത പോലെ നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. കാരണം നമ്മുടെ ഫേസിൽ ഹെയർ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആൾക്കാർക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണിത്. പിന്നെ ആദ്യമേ പറയാം, ഞാൻ അധികം ഇങ്ങനെ ബ്യൂട്ടി ടിപ്സ് കാര്യങ്ങളൊന്നും ചെയ്യാറില്ല. പക്ഷേ ഇത് കണ്ടപ്പോൾ എനിക്കിത് ഭയങ്കര ഹെൽപ്ഫുള്ളും യൂസ്ഫുള്ളും ആയതുകൊണ്ട് മാത്രം ഞാൻ ചെയ്യുന്ന വീഡിയോ ആണ് കേട്ടോ. ഹലോ, അപ്പൊ ഈ ഒരു പാക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു മിറാക്കിൾ പാക്ക് തന്നെ വേണമെങ്കിൽ പറയുന്നത്. ഞാൻ കണ്ടുപിടിച്ച പാക്കൊന്നും അല്ല. ഞാൻ യൂട്യൂബിൽ ഒരു മാസം മുന്നേ ഞാൻ ഒരു വീഡിയോ കണ്ടു. അത് സംഭവം എന്താ വെച്ചാൽ നമ്മുടെ ഫേസിലെ ഹെയർ ഒക്കെ നല്ലപോലെ റിമൂവ് ചെയ്യാൻ പറ്റുന്ന നേച്ചുറൽ പാക്ക്. അപ്പൊ ഞാൻ ഇതൊന്ന് ചെയ്ത് നോക്കണം. അപ്പൊ ഒരു മാസം മുന്നേ ഞാൻ അത് ചെയ്ത് നോക്കിയത് എനിക്ക് നല്ലപോലെ റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു പാക്കാണ്. അപ്പൊ നിങ്ങൾ കഴിക്കുന്ന ഒരു മാസം മുന്നേ ചെയ്തിട്ട് എന്താ ഇപ്പൊ വീഡിയോ ചെയ്യുന്നതെന്ന്. ഞാൻ ആ ഒരു മാസം കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ഇത് യൂസ് ചെയ്ത് നോക്കി. കാരണം എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ പോയിട്ട് പിന്നെ നമുക്ക് റീഗ്രോത്ത് വരുന്ന സമയത്ത് അപ്ലൈ ചെയ്താൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാവും എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് പറയുമ്പോൾ ഒന്നിടവിട്ട ദിവസങ്ങളിലൊക്കെ ഞാൻ അങ്ങനെ ചെയ്ത് നോക്കിയിട്ട് ഇപ്പൊ എനിക്ക് നല്ല കുറവുണ്ട് പറഞ്ഞാൽ, പണ്ട് നമ്മുടെ ഹെയർ ഒരു 100% ഉണ്ട് എന്ന് വെക്കുക ഫേസിൽ, ഇപ്പൊ അതെനിക്ക് 10% മാത്രമേ ഉള്ളൂ കേട്ടോ. നല്ലപോലെ ആ ഹെയർ ഒക്കെ റിമൂവ് ആവുകയും ചെയ്ത് പിന്നീട് വളർന്നു വരുന്നത് വളരെയധികം കുറയാനും സഹായിച്ചിട്ടാ പിന്നീട് വളരുന്ന ഹെയർ. അപ്പൊ ഇതാണ് ആ പാക്ക്. നല്ല അടിപൊളി പാക്ക് പറഞ്ഞാൽ അടിപൊളി പാക്കാണ്. നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാട്ടോ. അതിന്റെ സ്റ്റെപ്സ് എന്തൊക്കെയാണൊക്കെ പറഞ്ഞാൽ അപ്പൊ നമുക്ക് ഈ പാക്ക് ഉണ്ടാക്കുന്ന എങ്ങനെയെന്ന് കാണാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഒരു ബൗളിലേക്ക് 2 സ്പൂൺ അളവിൽ കോഫി പൗഡർ എടുക്കുന്നുണ്ട്. നമുക്ക് ഏത് കോഫി പൗഡർ വേണമെങ്കിലും എടുക്കാം കേട്ടോ. നല്ല സ്കിന്ന് നല്ല ബ്രൈറ്റൻ ആവാൻ സഹായിക്കും ഈ കോഫി പൗഡർ. അപ്പോൾ 2 സ്പൂൺ അളവിൽ അത് എടുക്കുക. ഇനി അതിലേക്ക് ഇതാ ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ മഞ്ഞൾപ്പൊടി ഞാൻ കടയിൽ നിന്ന് വാങ്ങിയതല്ല കേട്ടോ. ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ തന്നെ മഞ്ഞൾ ഉണ്ടാക്കിയത് അത് പൊടിച്ചെടുക്കുക ചെയ്യുക. അതുകൊണ്ട് എന്ത് ഫേസിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അധികം പുകച്ചിൽ, നീറ്റൽ അങ്ങനെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ. പക്ഷേ നിങ്ങളത് എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, കടയിൽ നിന്ന് വാങ്ങുന്ന മഞ്ഞൾപ്പൊടിയാണെങ്കിൽ ചിലപ്പോൾ നീറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ മഞ്ഞൾപ്പൊടിൻ്റെ അളവൊന്ന് കുറച്ച് കുറയ്ക്കുക കേട്ടോ. നന്നായി കുറച്ചിട്ട് തന്നെ ഇടുക. പിന്നെ നമ്മൾ മഞ്ഞൾപ്പൊടി കടയിൽ നിന്ന് വാങ്ങുന്നതാണെങ്കിലും വീട്ടിലുള്ളതാണെങ്കിലും നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് നമുക്കൊരു നീറ്റൽ പോലെ തോന്നും. പക്ഷേ പിന്നെ അത് ശരിയായിക്കോളൂ കേട്ടോ. പിന്നെ എന്തായാലും മഞ്ഞൾപ്പൊടി അപ്ലൈ ചെയ്യാൻ തന്നെ ശ്രമിക്കുക. കാരണം ഈ മഞ്ഞൾപ്പൊടി നമ്മളെ ഫേസിലെ ഹെയർ വളരുന്നത് നല്ലപോലെ കുറയ്ക്കാൻ സഹായിക്കുന്ന ഒന്നാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ മഞ്ഞൾപ്പൊടി സ്കിപ്പ് ചെയ്യാതെ തന്നെ ചേർത്തിട്ടുള്ളത്. ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഗോതമ്പ് പൊടിയാണ് കേട്ടോ. 2 സ്പൂൺ അളവിൽ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഗോതമ്പ് പൊടി നമ്മളെ സ്റ്റിക്കി ആയിരിക്കാൻ സഹായിക്കും. കാരണം നമ്മൾ ഫേസിലെ ഹെയർ നമ്മൾ വലിച്ചെടുക്കുക ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗോതമ്പ് പൊടി നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അത് നമ്മുടെ സ്കിന്നിൽ നല്ലപോലെ ഒട്ടിപ്പിടിച്ചിരിക്കാൻ സഹായിക്കുന്ന ഒന്നാണ് ഈ ഗോതമ്പ് പൊടി. അപ്പോൾ ഗോതമ്പ് പൊടി എന്തായാലും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മളതൊന്ന് മിക്സായി കിട്ടാൻ പാകത്തിന് പാലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇത് നല്ലപോലെ മിക്സാക്കി എടുക്കാൻ പാകത്തിന് എത്രയാണോ പാല് വേണ്ടത് അത്രയും പാല് ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. ഈ ഒരു പരുവത്തിലാക്കി എടുക്കണം കേട്ടോ. അധികം കട്ടിക്ക് വേണ്ട, എന്നാൽ നല്ല വെള്ളം പോലെ ആവാൻ പാടില്ല കേട്ടോ. ഒരു മീഡിയം പാകത്തിന് നിങ്ങൾ ഇതേപോലെ നമുക്ക് ഒന്ന് ആക്കിയെടുക്കാം. ഇനി നമുക്ക് ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. പിന്നെ ഇത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏത് പാക്ക് അപ്ലൈ ചെയ്യുമ്പോൾ കുളിക്കുന്നതിന്റെ മുന്നേ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് മോൻ കഴിയുന്ന സമയത്ത് ഡ്രസ്സൊക്കെ നനഞ്ഞിട്ടുണ്ടെങ്കിൽ കുളിക്കുമ്പോൾ അങ്ങനെയും മാറ്റാം. പക്ഷേ നമ്മള് ഒരാളോട് നേടി നോക്കിട്ടോ, എന്റെ മകനാണേ. ഇന്ന് അങ്ങനെയാണെങ്കിൽ പോത്തനെ കൊണ്ടാണ് ഇടയ്ക്ക് വന്ന് ഉമ്മയൊക്കെ തിന്നിട്ടാണ് അയാൾ പോകുന്നത്. അപ്പൊ നമ്മള് എന്താ പറഞ്ഞേ, കുളിക്കുന്നതിന്റെ മുന്നേ ചെയ്യാട്ടോ. പക്ഷെ അധികം എനിക്ക് കുളിക്കുന്നതിന് മുന്നേ ചെയ്യാൻ പറ്റാറില്ല. അവൻ അംഗനവാടിയിലൊക്കെ കൊണ്ടാക്കിയിട്ടാണ് ഞാൻ ചെയ്യുക. കാരണം അവൻ എന്നെ ചുറ്റിപ്പറ്റി നടക്കുകയും ചെയ്യും, എന്നെ ഒരു പണി എടുക്കാൻ അയക്കില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ അങ്ങനെ കുളി കഴിഞ്ഞിട്ട് ആ പാക്ക് ചെയ്യുക. അപ്പൊ തന്നെ എനിക്ക് മോക്ക് കഴുകുന്ന സമയത്ത് ഡ്രസ്സൊക്കെ നന്നിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇന്ന് ഞാൻ അവൻ അംഗനവാടി കൊണ്ടാക്കിയിട്ടില്ല. കാരണം ആൾക്ക് ബ്രഷ് തട്ടിയിട്ട് ഇവിടെ ചെറുതായിട്ടൊന്ന് മുറിഞ്ഞിട്ടുണ്ട് ചുട്ടിന്റെ ഉള്ളിൽ. അപ്പൊ അതുകൊണ്ട് തന്നെ ഫുഡൊന്നും അങ്ങനെ നേരെ ചെറിയ കഴിക്കുന്നില്ല. അപ്പൊ വീട്ടിൽ നിന്ന് തന്നെ ഞാൻ ഓരോ നല്ല വാക്ക് പറഞ്ഞാണ് കഴിപ്പിക്കുന്നത്. അപ്പൊ ഇനി അംഗനവാടി പോയാൽ കഴിക്കുകയില്ല. അപ്പൊ അതുകൊണ്ട് ഇന്ന് ഞാൻ ഇവിടെ പിടിച്ചിരുത്തി ഇവിടെ തിന്നോട്ടെ വിചാരിച്ചു. അപ്പൊ നമുക്ക് ഈ പാക്കിനി അപ്ലൈ ചെയ്യാം കേട്ടോ. പിന്നെ ഇത് 2 സ്റ്റെപ്പ് ഉണ്ട്. അപ്പൊ നിങ്ങൾ ഇത് എന്തൊക്കെയാ പാക്ക് എന്ന് കണ്ടിട്ട് മാത്രം വീഡിയോ സ്കിപ്പ് ചെയ്ത് പോരുത്. എങ്ങനെയാ ഇരുന്നത് കൂടെ ഞാൻ കാണിച്ചു തരാം. ബ്രഷ് ഉണ്ടെങ്കിൽ അത്രയും നല്ലതാട്ടോ നമുക്ക് കൈ വെച്ച് തേക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ എന്റെ കയ്യിൽ ബ്രഷ് ഇല്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് കൈ വെച്ച് തന്നെ അപ്ലൈ ചെയ്യാം. അത് ഞാൻ കാണിച്ചു തരാം. അവന് ഫുട്ടുവിന് ഫോട്ടോ പറയുന്നുണ്ട്. ശരിക്കും ഹായ് പറ. നീ പോക്കോ. നമുക്ക് പാക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ പാക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് സംസാരിക്കാതെ ഇരിക്കുക കേട്ടോ. കാരണം അപ്ലൈ ചെയ്യുമ്പോൾ സംസാരിച്ചോ, പക്ഷെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ഉണങ്ങാൻ വെക്കുന്ന സമയത്ത് നമ്മൾ സംസാരിക്കാതിരിക്കുക കേട്ടോ. കാരണം സംസാരിക്കുമ്പോൾ മുഖത്ത് ഫേസ് പാക്ക് കൊണ്ടുവന്നു. അങ്ങനെ ഓരോന്ന് പണ്ടതാ ഞാൻ പറഞ്ഞു. എനിക്ക് അവളൊക്കെ വീഡിയോ എടുക്കാൻ സമ്മതിക്കില്ല. അവ സമ്മതിക്കില്ല എന്നെ. വാതിലടച്ചെടുത്തതാണ്. പക്ഷെ അപ്പത്തെ ആള് വന്നു. അപ്പോൾ നിങ്ങൾ പാക്ക് അപ്ലൈ ചെയ്തിട്ട് സംസാരിക്കാതിരിക്കുക. കാരണം എന്താ വെച്ചാൽ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ചുളിവ് വരും. അപ്പൊ ചുളിവ് വരുമ്പോൾ ഇത് ഡ്രൈ ആയി പോകുന്ന സമയത്ത് നമ്മൾ ഉണങ്ങാൻ വേണ്ടി വെക്കുമല്ലോ, ആ സമയത്ത് ചുളിവ് വന്നാൽ അത് അങ്ങനെ ചുളിഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കും. അപ്പൊ നമ്മൾ സംസാരിക്കാതെ നമ്മൾ പാക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അത് കറക്റ്റ് ആയിട്ട് എല്ലാ ഭാഗത്തും അതേപോലെ നിൽക്കും. അപ്പൊ നമുക്കത് പൊളിച്ചെടുക്കുന്ന സമയത്ത് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ ഈ രോമങ്ങളൊക്കെ കിട്ടും. അപ്പൊ നിങ്ങൾ അതൊന്ന് ശ്രദ്ധിക്കാം.
പിന്നെ ഞാനിപ്പോൾ സംസാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാനിത് കുറേ അപ്ലൈ ചെയ്താണ്, പിന്നെ എനിക്ക് വായ അടച്ച് മിണ്ടാണ്ടിരിക്കാൻ പറ്റില്ല. ഞാൻ വീഡിയോ ഓണാക്കി വെച്ച് ഞാൻ ഇങ്ങനെ എന്തെങ്കിലും കലബില പറഞ്ഞുകൊണ്ടേ ഇരിക്കും. പിന്നെ ഇത് കുറച്ച് ലോങ് വീഡിയോ ആണ് കേട്ടോ. എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലായിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ ഇട്ടതുകൊണ്ടാണ് ലോങ് ആയി പോയത് കേട്ടോ. സാധാരണ ഞാൻ ലോങ് വീഡിയോ ഇടാത്ത ഒരാളാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ശ്രദ്ധിച്ച് വയ്ക്കാൻ മനസ്സിലാവും. എല്ലാം ഞാൻ എത്രത്തോളം ചുരുക്കാൻ പറ്റും എത്രത്തോളം ചുരുക്കിയാൽ പറയാം. കാരണം പേഴ്സണലി എനിക്കും ലോങ് വീഡിയോസ് കാണുമ്പോൾ ഞാൻ സ്കിപ്പ് ചെയ്ത് പോകുന്ന ഒരാളാണ്. അപ്പോൾ എല്ലാവരും ഏകദേശം അങ്ങനെ തന്നെ ആയിരിക്കില്ലേ. അപ്പോൾ നിങ്ങൾ അതൊന്ന് ക്ഷമിച്ചിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ഇതൊന്ന് ഡ്രൈ ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ കുറേ ഡ്രൈ ആവാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ഒന്ന് തേച്ച് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഉണങ്ങിയിട്ടൊന്നുമില്ല, അങ്ങനെ ഡ്രൈ ആയിട്ടൊന്നുമില്ല. കാരണം നമുക്ക് ടിഷ്യൂ ഇതിൽ വെക്കാനുള്ളതാണ്. അപ്പോൾ ടിഷ്യൂയിൽ നിൽക്കണം. അപ്പോൾ അതിന് വേണ്ടി ഏതാ ടിഷ്യൂ വാങ്ങിയിട്ടുണ്ട്. ആലോചിക്കാവും. ടിഷ്യൂ എന്തിനാന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മുടെ മെയിൻ. ഇത് നമുക്ക് വേണം. ഒരു ടിഷ്യൂ എടുത്തിട്ട് ഞാൻ ഇതാ അവിടെ വെക്കത്, ഇതാ ഒരു ടിഷ്യൂ എടുത്തിട്ട് ഞാൻ ഇതുപോലെ വെച്ച് കൊടുക്കുന്നു കേട്ടോ. ടിഷ്യൂ എടുക്കാൻ പ്രത്യേകിച്ച് റീസൺ എന്താ വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ഇതിൽ അബ്സോർബ് ആവും. അപ്പോൾ ഫേസിൽ ഫുള്ളായിട്ട് ഇതേപോലെ ടിഷ്യൂ വെച്ച് കൊടുക്കുക. പിന്നെ ടിഷ്യൂ വയ്ക്കുന്ന സമയത്ത് പുരികത്തിൻ്റെ അവിടെ വെക്കാതെ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വെക്കുക കേട്ടോ. കാരണം ഇത് നമ്മൾ ഡ്രൈ ആയി കഴിഞ്ഞ് വലിച്ചെടുക്കുന്ന സമയത്ത് അത്യാവശ്യം ഇത് പെയിൻ ഉണ്ട്. പെയിൻ പറഞ്ഞാൽ വലിയ പെയിനൊന്നും അല്ല, പക്ഷേ ഇങ്ങനെ പെയിൻ ഉള്ളത് കൊണ്ട് മാത്രമാണ് നമ്മുടെ ഹെയർ രോമങ്ങളൊക്കെ ഇങ്ങനെ നമുക്ക് വലിച്ചെടുക്കുമ്പോൾ വരുന്നത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഇങ്ങനെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ ശേഷം ബാക്കി തന്നെ നമുക്കിതാ ഇങ്ങനെ ഇട്ടാൽ കിട്ടും കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ അതൊന്നും ഒട്ടിപ്പിടിക്കാത്തതല്ലേ. ഇനി നമുക്ക് ഈ പാക്ക് ഇതുകൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. സ്പൂൺ ഉണ്ടെങ്കിൽ സ്പൂൺ വെച്ച് ഇങ്ങനെ ചെയ്താലും മതി. ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ആക്കി കൊടുക്കാം. അപ്പോൾ ടിഷ്യൂ വെച്ച എല്ലാ ഭാഗത്തും ആ പേക്ക് ഒന്നുകൂടെ നമ്മൾ ഇതേപോലെ ആക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ട് നല്ലപോലെ ഡ്രൈ ആകാൻ വെക്കണം. ഞാൻ ഫാനിൻ്റെ ചോട്ടിലിരുന്നിട്ട് 1 മണിക്കൂറാണ് ഞാൻ എൻ്റെ ഫേസ് ഡ്രൈ ആകാൻ വെച്ചത്. നല്ലപോലെ ഡ്രൈ ആകാൻ പറഞ്ഞാൽ നല്ലപോലെ തന്നെ ഡ്രൈ ആവണം. എങ്കിൽ മാത്രമേ നമ്മൾ വിചാരിച്ച പോലെ നമുക്കത് വലിച്ചെടുക്കാൻ കിട്ടത്തുള്ളൂ. അപ്പോൾ അതാ 1 മണിക്കൂറിന് ശേഷം നല്ലപോലെ ഡ്രൈ ആയി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ ആ കളർ ചേഞ്ച് മനസ്സിലാകാൻ പറ്റും കേട്ടോ. നല്ല കയ്യിലൊന്നും ഒട്ടില്ല, നല്ല കട്ടിക്ക് തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പം നമുക്കിനി ഇത് വലിച്ച് എടുത്ത് ഞാൻ കാണിച്ചു തരാം. പിന്നെ നമുക്കിത് ഈ ഒരു മഞ്ഞൾ തേച്ചുകൊണ്ട് തന്നെ ഈ മഞ്ഞ കളറായതുകൊണ്ട് നമുക്ക് ചിലപ്പോൾ ഹെയർ വരുന്നത് നമുക്ക് നല്ല അറിയാൻ കഴിയില്ല. പക്ഷേ നമ്മളെ ഫേസ് നോക്കിയാൽ നമുക്ക് നന്നായിട്ട് മനസ്സിലാവും നമ്മളെ ഹെയർ പോകുന്നത് കേട്ടോ. പിന്നെ കുറച്ച് പെയിൻ ഉണ്ട്, ഞാൻ ആദ്യം പറഞ്ഞ കാര്യം. പക്ഷേ അത് കാര്യമാക്കണ്ട, കാരണം നമ്മുടെ ഫേസ് നന്നായി റിമൂവ് ആയി കിട്ടും. പിന്നെ പലർക്കും ഉള്ള സംശയമാണ് നമ്മുടെ ഫേസിലെ ഹെയർ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വരുന്ന ഹെയർ നല്ല അധികം വരുമോ, പിന്നെ ഹെയർ എങ്ങനെയാണ് വരിക, അങ്ങനത്തെ ഒക്കെ കുറേ ഡൗട്ടുള്ളവരുണ്ട്. പക്ഷേ നമ്മുടെ ഫേസിലെ ഹെയർ വരുന്നത് നമ്മൾ ഒരിക്കൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആ ഒരു നോർമലായിട്ട് തന്നെയാണ് വരിക. അധികമായിട്ട് വരിക അങ്ങനെ ഒന്നും ചെയ്യില്ല. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു പാക്ക് നിങ്ങൾ 1 മാസം കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ വെച്ചാൽ ആൾട്ടർനേറ്റീവ്ലി ഒന്നിടവിട്ട ദിവസങ്ങളിൽ വെച്ചാൽ ഇപ്പോൾ തിങ്കളാഴ്ച യൂസ് ചെയ്താൽ പിന്നെ ബുധനാഴ്ച പിന്നെ വെള്ളിയാഴ്ച അങ്ങനെ നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ 1 മാസം കൊണ്ട് തന്നെ നിങ്ങളുടെ ഫേസിലുള്ള ഫുൾ ഹെയർ നിങ്ങൾക്ക് പോയി കിട്ടും. അതുപോലെ തന്നെ ഒരു 10% മാത്രമേ ബാക്കി ഹെയർ നമ്മുടെ ഫേസിൽ ഉണ്ടാവുള്ളൂ. ബാക്കി 90% നമ്മുടെ ഫേസിൽ നിന്ന് പോകട്ടോ. അത് ഞാൻ ഗ്യാരണ്ടിയാണ്, കാരണം എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ളൊരു പാക്കാണ്. അപ്പോൾ നിങ്ങൾ പിന്നെ നമ്മുടെ സ്കിന്നൊന്ന് ബ്രൈറ്റൻ ആവാനും കൂടി ഈ പാക്ക് സഹായിക്കും കേട്ടോ. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കിയില്ലെങ്കിൽ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളി പാക്കാണ്, നല്ല റിസൾട്ട് തരുന്ന ഒരു പാക്കാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ ഞാനും ആദ്യമായിട്ടാണ് കാണുന്നത് ആ വീഡിയോ കണ്ട ശേഷം. പക്ഷേ നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ള പാക്കാണ്, അതുകൊണ്ട് മാത്രം ഞാൻ നിങ്ങൾക്ക് ഇത് കാണിച്ചു തരുന്നത് കേട്ടോ. പിന്നെ വലിക്കുമ്പോൾ ചെറിയ പെയിനൊക്കെ ഉണ്ട്, നമ്മൾ പുരികത്തിനിടയ്ക്ക് നോക്കിയിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അടിപൊളി പാക്കാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ നോക്കുക കേട്ടോ. പിന്നെ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യുമ്പോൾ കുളിക്കുന്നതിൻ്റെ മുന്നേ ചെയ്യുക. കാരണം നമ്മളിതാ ഇതുപോലെ എടുത്തു കഴിഞ്ഞാൽ ഫേസിൽ അവിടെ ഇവിടേക്കായിട്ട് കുറേ ഉണ്ടാവും. നമ്മൾ വെള്ളം വെച്ച് നനച്ചൊരു 2 മിനിറ്റൊക്കെ നിൽക്കുമ്പോഴത്തേക്കും അത് പോകും. പക്ഷേ കുളിക്കുമ്പോൾ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ഫ്രഷ് ആയി കിട്ടും. പിന്നെ നിങ്ങൾക്ക് ഇപ്പം എൻ്റെ ഫേസ് കണ്ടാൽ മനസ്സിലാവും ചെറുതായിട്ടൊന്ന് ബ്രൈറ്റൻ ആയ പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. നല്ല പോലെ രോമമൊക്കെ പോയി ചെറുതായി ബ്രൈറ്റൻ ആയിട്ട് നമുക്ക് നല്ലൊരു എന്താ പറയുക ബ്രൈറ്റനിങ് കിട്ടും ഫേസിന്. പിന്നെ അടിപൊളി പാക്കുമാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തില്ലെങ്കിൽ മസ്റ്റായി ട്രൈ ചെയ്ത് നോക്കുക. നമ്മളെ ഫേസിലെ ഹെയർ കളയാൻ അടിപൊളിയാണ്. അപ്പോൾ ആ കുളിയൊക്കെ കഴിഞ്ഞ് ഞാൻ ജസ്റ്റ് ഒരു പൊട്ട് മാത്രമേ വെച്ചത്, പൗഡറൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. ഞാൻ പിന്നെ വീട്ടിൽ നിന്ന് അങ്ങനെ ഒരുങ്ങാറൊന്നുമില്ല. അപ്പോൾ എനിക്കിഷ്ടപ്പെട്ടൊരു പാക്കാണ്, അതുകൊണ്ട് മാത്രമാണ് നിങ്ങൾക്കിത് കാണിച്ചു തരുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഫേസിൽ ഹെയറിൽ ബുദ്ധിമുട്ടുന്നവരാണെങ്കിൽ നിങ്ങളത് തീർച്ചയായും ട്രൈ നോക്കി അതിൻ്റെ ഫീഡ്ബാക്ക് ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ.